ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യൻ പാൻ ഇന്ത്യൻ തെലുഗു ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കണ്ണപ്പ. വിഷ്ണു മഞ്ജു എന്ന തെലുഗു നടൻ നായകനായി എത്തിയ നിർമ്മിച്ച നമ്മുടെ ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങിയ വലിയ താരനിര ഭാഗമായ കണ്ണപ്പ സിനിമ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ തന്നെ പല മേഖലകളിലും സിനിമ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ കൃത്യമായ കേരള ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നു. അങ്ങനെ സിനിമ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ 1 കോടി ടച്ച് ചെയ്തിരിക്കുന്നു എന്നാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമ തിയേറ്ററുകളിലെ കേരളത്തിൽ ആദ്യ ദിവസം തന്നെ വലിയ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ്. ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ തന്നെ സിനിമ കേരളത്തിലെ വാഷ് ഔട്ടായി മാറിയിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ അതുപോലും സിനിമ വലിയ കാര്യമായ കളക്ഷൻ നേടിയെടുക്കുന്നില്ല എന്ന് നാം പ്രതിദിന കളക്ഷനിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. 44 കോടി രൂപയാണ് ആദ്യ 8 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇന്നത്തെയും നാളത്തെയും കളക്ഷനും കൂടി വരുന്നതോടെ സിനിമ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോഴത്തെ 50 കോടി രൂപ പോലും സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമോ എന്നൊരു സംശയമാണ് ബാക്കി നിൽക്കുന്നത്. ഇനി 50 കോടി സിനിമ ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്താൽ പോലും നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പോലും കണ്ണപ്പയ്ക്കില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമ അന്ന് ആദ്യ ദിവസം 68 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. ആ കളക്ഷൻ പോലും ഇത്ര വലിയ താരനിര ഭാഗമായ ഒരു തെലുഗു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ടും അതോടൊപ്പം തന്നെ ഡിവോഷണൽ സിനിമയായിട്ടും സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാത്തിരിക്കൂ കണ്ണപ്പയുടെ കൃത്യമായ ഫൈനൽ കളക്ഷൻ അറിയാനായിട്ട്.